എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഖുലു വലഖുലൂഫു ഫീഹി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. നോമ്പുകാരന്റെ വായനാറ്റം, ഖുലൂഫ് എന്ന് പറഞ്ഞാൽ വായ നാറുക. വയറ്റിൽ ഭക്ഷണമില്ലാതിരുന്നാൽ വായ നാറും. ഫുഡ് കഴിക്കാണ്ട് ഇല്ല, യാത്രക്കാരനൊക്കെ ഭക്ഷണം കഴിക്കാതെ യാത്ര ചെയ്താൽ ഉണ്ടാകുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് ശരീരം ക്ഷീണിക്കും, രണ്ട് വായ നാറും. വയറ്റിൽ ഭക്ഷണം ഇല്ലെങ്കിൽ അത് വായയിൽ അറിയാം, വായയിലൂടെ അറിയാൻ പറ്റും, വായ നാറും. എന്നാൽ നോമ്പുകാരൻ അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ച ഭക്ഷണം, അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ച പാനീയം കാരണത്താൽ അവന്റെ വായയിലുണ്ടാകുന്ന നാറ്റം പോലും ഇൻദല്ലാഹി അത്യബു മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ അത്യബാണ്, പരിശുദ്ധമാണ്. കസ്തൂരി നമുക്കറിയാം അല്ലെ, ഏറ്റവും സുഗന്ധമുള്ള ഒരു വസ്തുവാണ് കസ്തൂരി. അതിനേക്കാൾ സുഗന്ധമാണ് ആരെടുക്കല്? എന്തല്ല. അവിടെ ഇന്ദല്ലക്കാണ് പ്രത്യേകത. കസ്തൂരിയേക്കാൾ അത്യബ് എന്നതിനല്ല പ്രത്യേകത. ആ അത്യബ് ആരെടുക്കലാണ്? അള്ളാന്റെ എടുക്കലാണ്. ചിലപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മറ്റൊരു നോമ്പുകാരന് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന് നമ്മൾ വായിനാറും പക്ഷെ അള്ളാന്റെ എടുക്കൽ അതെന്താണ്? അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയേക്കാൾ പരിമളമാണ് അതിന് എന്നാണ്. അത്ര ഭയങ്കര ദറജയുണ്ട് നോമ്പുകാരൻ. നോമ്പുകാരന്റെ വായനാട്ടം പോലും അള്ളാന്റെ അടുക്കൽ സ്വീകാര്യമാണ് എന്നർത്ഥം. ചെറിയ അമലല്ല നോമ്പ് എന്നാണ് ഇതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ നോമ്പിനെ കാണാനും അനുഷ്ഠിക്കാനും നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകാൻ ഗ്രഹിക്കട്ടെ. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്.